ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഒക്കെ മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വെക്കാം കേട്ടോ. അതിലേക്കൊരു ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് ടൈം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതൊന്ന് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിത് 2 സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് 2 ബ്രെഡ്, അപ്പം ടോട്ടൽ 4 ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ബൗളിലേക്ക് 1 മുട്ടയും 2 നുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെർമിസല്ലിയാണ്. കുറച്ച് സേമിയ എടുക്കുക കേട്ടോ. കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ, അതെടുക്കുക. അത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് സ്ലൈസ് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു വെർമിസല്ലിയിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. ഈ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒരു മുട്ട മിക്സ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അളവ് ഇതുപോലെ 2 എണ്ണം ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബ്രെഡ് കുനാഫയാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് ഒരു പാനിലേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രെഡ് അതിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതുപോലെ എല്ലാ ഭാഗവും ഇനി ആ സൈഡ് പോർഷനും ഒക്കെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുക കേട്ടോ. അതിൻ്റെ മുകളിൽ വേണമെന്നെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചെറു പിസ്തായോ ബദാമോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമോ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചെറിയ ചൂടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂട് വേണം കേട്ടോ കഴിക്കുന്ന സമയത്ത്. അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 സെറ്റിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടോടുകൂടെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മധുരം വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. താങ്ക്